Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ടൂറാണ്. ഞങ്ങളുടെ നാട്ടിലത്തെ വീട്ടിലത്തെ കിച്ചണാണിത്. ഇത് മമ്മിയുടെ സാമ്രാജ്യമാണ്. മമ്മിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ ആദ്യം പറയട്ടെ, കിച്ചൺ ടൂർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതൊരു 10-30 കൊല്ലം പഴക്കമുള്ള കിച്ചണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു കോർണറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ അവിടെ ഒരു ടി വിയും അതുപോലെ തന്നെ ഫോണും വെച്ചിട്ടുണ്ട്. ഫോൺ ഇപ്പോൾ വർക്കിംഗ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ മൊബൈലൊക്കെ വന്നപ്പോൾ അത് വെറുതെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ടി വി ഇപ്പോഴും വർക്കിംഗ് ആണ്. നമ്മുടെ ഷാലോൺ ടി വി വാർത്തകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മമ്മി രാവിലെ തന്നെ ഇത് ഓണാക്കി വെക്കും. ഇപ്പം മൊത്തം കൊറോണയുടെ വാർത്തകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാം കിട്ടും. റബ്ബർ ബാൻഡ്, ബാൻഡേഡ്, മരുന്നുകൾ, ക്രീം, പൊള്ളലിന് വേണ്ട മരുന്ന്, അങ്ങനത്തെ എല്ലാം ആ കോർണറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എപ്പോഴും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മമ്മി ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മുത്ത് ഇവിടുന്ന് വെള്ളം എടുക്കാൻ വന്നതാണ്. പിന്നെ അതിന് ശേഷം സിങ്കാണ്. അപ്പോൾ സിങ്കിനോട് ചേർന്ന് തന്നെ നമ്മുടെ അങ്ങനെ പാത്രങ്ങളൊക്കെ ഇടാനുള്ള ഒരു ബേസിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അത്യാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് തള്ളി വെക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും. പിന്നെ ഇത് ഫിൽറ്ററാണ് കേട്ടോ. അത് ഒരുപാട് കൊല്ലം പഴക്കമുള്ള ഫിൽറ്ററാണ്. അപ്പോൾ നമുക്ക് തിളപ്പിച്ച് യൂസ് ചെയ്യുന്ന വെള്ളമൊക്കെ ഈ ഫിൽറ്ററിൽ നിന്നാണ് നമ്മൾ എടുക്കുക. പിന്നെ കുടിക്കാനുള്ള വെള്ളം വേറെ ഫിൽറ്ററിൽ നിന്ന് എടുക്കും. പിന്നെ ഇവിടെ പാത്രം കഴുകി കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകണ്ട കേട്ടോ. ആ നിന്ന സിങ്കിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ പാത്രങ്ങളും ഇതുപോലെ ഒതുക്കി വെക്കാനും പറ്റും. അപ്പോൾ അവിടെ വലിയ 2 സ്പൂൺ ഇടുന്ന റാക്ക് വെച്ചിട്ടുണ്ട്. ഈ സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് ചിലവർക്കൊക്കെ അറിയായിരിക്കും. ഇത് സിസറാണ്. നമ്മുടെ ലീഫൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസറാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. കാരണം 4 ബ്ലേഡാണ് ഒരുമിച്ച് അതിൽ കട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ സിങ്കിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഒരു ടിഷ്യൂ ഹോൾഡർ ഉണ്ട്. അത് ഡാഡി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. 2 കമ്പി വെച്ചിട്ട് PVC പൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ എല്ലാ പഴയ വീട്ടിലുണ്ടാവുന്ന പോലെ തന്നെ ഈ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് പാത്രങ്ങൾ ഇട്ട് വെക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മമ്മി എല്ലാ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കപ്പുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഡെയിലി എടുക്കാനുള്ളതല്ല, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പുകളാണ്. പിന്നെ ഇപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് അടുപ്പായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടാണ് പിന്നീട് അവിടെ ഇതുപോലെ ഇൻഡക്ഷൻ കുക്കറും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലാബ് ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കുഞ്ഞ് ഷെൽഫ്, ഇതും പിന്നീട് ഉണ്ടാക്കിയതാട്ടോ. അതിൻ്റെ മുകളിൽ തന്നെ കുറേ ഡബ്ബകളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ബേക്കറി പലഹാരവും പപ്പടമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിങ് മെഷീനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ചവിട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാല് വേദനിക്കാൻ, ടൈലിൽ ചവിട്ടി നിൽക്കുമ്പോൾ കാല് വേദനിക്കുന്നവരൊക്കെ ഇതുപോലെ ചവിട്ടി ഇട്ടാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ ക്ലീനിങ് ഇത്തിരി പണിയാണ്. അടുത്ത കോർണറിലായിട്ടാണ് നമ്മുടെ ഗ്യാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസ് വെച്ച ഭാഗം മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഡാഡിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ സ്റ്റീലിൻ്റെ തകിടും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ചിമ്മിനി ഉണ്ടാക്കിയിട്ടുണ്ട്. നെറ്റും അതുപോലെ തന്നെ കുറേ തകിടുകളും പിന്നെ ലൈറ്റും എക്സോസ്റ്റ് ഫാനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ചിമ്മിനി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മീൻ വറുക്കുകയാണെങ്കിൽ ഒന്നും ഒരു മണവും ഉണ്ടാവില്ല. നമ്മുടെ 15,000-16,000 രൂപ കൊടുത്തിട്ട് ചിമ്മിനികൾ വാങ്ങുന്നതിന് പകരം വെറും 3,000 രൂപയിൽ താഴെ മാത്രമേ ഇതിന് ചിലവ് വരുന്നുള്ളൂ എന്നാണ് പറയണത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ നെറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഈ ഗ്യാസിൻ്റെ താഴെ നിങ്ങൾക്ക് വേറൊരു ഗ്യാസ് കാണാം. അപ്പോൾ ഒരു 2-3 കൊല്ലം മുമ്പാണ് ഈ ഗ്യാസ് മേടിച്ചത്. അപ്പോൾ ഒരുപാട് വില കൊടുത്തിട്ട് മേടിച്ച ഗ്യാസ് അടുപ്പാണ് ഈ താഴെ ഇരിക്കുന്നത്. ഒരു കൊല്ലം പോലും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും അത് ആകെ കേടായി. പോപ്പുലർന്ന് എന്തോ ആണ് ആ കമ്പനിയുടെ പേര്. ഒരു കോർണറിൽ തന്നെ അത്യാവശ്യം വേണ്ട ക്ലിപ്പുകളും പപ്പടക്കുത്തി ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഗ്യാസിനോട് ചേർന്ന് തന്നെ. ഇതാണ് ഈ അടുക്കളയിലെ ഹീറോ. ഇത് മമ്മിക്ക് സ്ത്രീധനം കിട്ടിയ വകയിലുള്ളതാണ് കേട്ടോ. എപ്പോഴും മമ്മി പറയുന്ന ഒരു കാര്യമാണ്. മമ്മിയുടെ അപ്പച്ചനെ പാത്രക്കടയായിരുന്നു, പാത്രങ്ങൾ വിൽക്കുന്ന കടയായിരുന്നു. അപ്പോൾ
ആ കടയിലുണ്ടായിരുന്ന അളമാരയാണിത്. അപ്പോൾ അത് മമ്മിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഈ അളമാരയിലാണ് എല്ലാ വക സാധനങ്ങളും വെച്ചിരിക്കുന്നത്. പരിപ്പ് മുതൽ ഉപ്പ്, പഞ്ചസാര, അരിപ്പൊടി, ചായപ്പൊടി, എല്ലാതും അതിൻ്റെ ഉള്ളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ പാത്രങ്ങൾ, ഇതൊന്നും എപ്പോഴും എടുക്കാത്ത കേട്ടോ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ലെറ്റർ പാഡെന്നോ അല്ലെങ്കിൽ എന്താണെങ്കിൽ പറയാം, നമ്മുടെ അത്യാവശ്യം മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള ഒരു പാഡാണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ പാനി വെച്ചിട്ടുണ്ട്. ഇതും ഇവിടെ ഡാഡി സ്ക്രൂ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാട്ടോ ഈ സെറ്റപ്പ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ പാനി, കടലാസുകളൊക്കെ തൂക്കിയിടാം, ഇമ്പോർട്ടൻറ്റ് മെസ്സേജസൊക്കെ എഴുതി വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കഥ പറയാനുള്ള സംഭവമാണ് ഈ ടേബിള്. ഇത് ആക്ച്വലി ഒരു കട്ടിലായിരുന്നു അത്രേ. ആ കട്ടില് ചീത്തയായി തുടങ്ങിയപ്പോൾ ആ കട്ടിൽ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ കാലുകൾ ഒരു സ്റ്റീലിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് വെൽഡ് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് മേടിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ടേബിളാണെന്നാണ് പറയണത് ഈ ടേബിള്. ഇത് അത്യാവശ്യം വലിയൊരു ടേബിളാണ് കേട്ടോ. ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും ഒരുമിച്ച്. പിന്നെ അടുത്ത കോർണറിലാണ് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡൈനിങ് റൂമിലായിരുന്നു ആക്ച്വലി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നത്. പക്ഷേ ഡൈനിങ് റൂം വരെ നടന്നെത്തുമ്പോഴേക്കും മമ്മി എന്തിനാണ് ഫ്രിഡ്ജ് തുറന്നതെന്നുള്ള കാര്യം മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലായി വന്നപ്പോൾ ഇതുപോലെ ഒരു ചെറിയ സ്പേസ് ഇവിടെ ചുമരായിരുന്നു, അത് പൊളിച്ചെടുത്തിട്ട് കറക്റ്റ് ഫ്രിഡ്ജിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രിഡ്ജ് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥലമില്ല, അവിടെ ഗ്രില്ലാണ് ഓൾറെഡി. ഇതൊരു ഓട്ട ഉണ്ടാക്കി ആ ഓട്ടയിലേക്ക് തള്ളി വയ്ക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഡൈനിങ് റൂം എത്തുമ്പോഴേക്കും എന്തിനാ പോയെന്നുള്ളത് മറന്നു പോയതുകൊണ്ട് ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തതാണ്. പിന്നെ അവിടെ ഒരു ഗ്രില്ലുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ഞങ്ങളുടെ അടുക്കളയുടെ രൂപം. ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സമയം എല്ലാവരും ചെലവഴിക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഈ ഗ്രില്ല് തുറന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം 2 സൈഡിലേക്കും ഗ്രില്ലുണ്ട്. ഗ്രില്ല് തുറന്നു കഴിഞ്ഞാൽ ഉള്ള ഭാഗമാണിത്. ഇവിടെയും ഒരു കുഞ്ഞടുക്കള ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ആക്കിയെടുത്തതാണ്. അപ്പോൾ കുക്കിംഗ് പരീക്ഷണങ്ങൾ നടത്താനും അതുപോലെ തന്നെ ഞങ്ങളുടെ വറവ് പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു അടുപ്പ് മുമ്പ് എപ്പോഴോ മേടിച്ചത് ഇവിടെ ഉണ്ടായിരുന്നതാണ്, അതവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് തേങ്ങ ചിരകാനുള്ള സംഭവമാണ്. അപ്പോൾ ഇതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉയരം കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഓരോരുത്തരുടെ ഉയരത്തിനനുസരിച്ച് ഈ സംഭവം മുകളിലേക്ക് പൊക്കാം, താഴത്തേക്ക് ഇറക്കാം. പിന്നെ അത്യാവശ്യം വേണ്ട മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനിവിടെ നമ്മുടെ കാർബോർഡും പെട്ടികളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ക്വാറന്റൈൻ ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്ക് അറിയാം, ഇതുപോലെ ഞാൻ മുകളിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ഭാഗത്തെ ഗ്രില്ലാണ് കേട്ടോ. നമ്മുടെ ഗ്യാസിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രില്ലുണ്ട്. അത് തുറന്നു കഴിഞ്ഞാലാണ് അടുപ്പൊക്കെ ഉള്ളത്. ഇത് കിണറാണ്. നമ്മുടെ ഗ്രില്ല് തുറന്ന ഉടനെ തന്നെയാണ് കിണറുള്ളത്. ഈ അടുപ്പ് കണ്ടോ, ഇത് ഇവിടുത്തെ പഴയ ടൈലുകളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചോറ് വെക്കാനും വെള്ളം ചൂടാക്കാനും വെള്ളം തിളപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഈ അടുപ്പ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുക്കള വിശേഷം, മമ്മിയുടെ സാമ്രാജ്യ വിശേഷമാണ് ഇന്ന് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.